നമസ്കാരം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മൈസൂർ പട തകർത്ത് തരിപ്പണമാക്കിയ മലബാറിലെ വെട്ടത്ത് നാട്ടിലെ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഈ സന്ധ്യാവേളയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രം പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്. കല്ലുകളൊക്കെ ഇതാ കണ്ടു കഴിഞ്ഞു. ശീവേലിപ്പാത നിർമ്മിക്കാനുള്ള പണി ഇവിടെ പുരോഗമിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പഴയ പ്രതാപ വിശേഷങ്ങളും ഇപ്പോഴത്തെ വിശേഷങ്ങളും എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതെ, ഇതാണ് തൃക്കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 5500-ലധികം വർഷം പഴക്കമുള്ള മലബാറിലെ മഹാക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും നാരായണീയത്തിൻ്റെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ഈ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകരായിരുന്നു. വെട്ടത്തു രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ മഹാക്ഷേത്രം 1793 അവസാനത്തെ വെട്ടത്ത് രാജാവ് ശ്രീ രാമവർമ്മ വലിയ രാജ നാട് നീങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് സാമുദ്രി രാജാവിൻ്റെ ട്രസ്റ്റിന് കീഴിലായി. ഇന്നും അത് തുടർന്നു വരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ മഹാക്ഷേത്രം തകർക്കപ്പെട്ടു. അതിൻ്റെ തിരുശേഷിപ്പുകൾ നമുക്കിന്നും കാണാം. മൈസൂർ പട ശിരസ്സു വെട്ടിമുറിച്ച നന്ദികേശ പ്രതിമയുടെ അവശിഷ്ടമാണ് ഇത്. ഇവിടെ നിലനിന്നിരുന്ന മഹാഗോപുരവും വലിയ ബലിക്കല്ലും വലിയമ്പലവുമെല്ലാം ടിപ്പു സുൽത്താൻ തകർത്ത് തരിപ്പണമാക്കി. ഇന്നും വലിയ ബലിക്കല്ലിൻ്റെ തറയിൽ ഒരു ചെറിയ ബലിക്കല്ലാണ് നമ്മൾ കാണുന്നത്. പ്രധാന ശ്രീകോവിൽ ഗജപൃഷ്ഠ ആകൃതിയിലാണ്, അതായത് ആനയുടെ പിൻഭാഗത്തിൻ്റെ ആകൃതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പരശുരാമൻ, ഗണപതി, അയ്യപ്പൻ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠയുമുണ്ട്. പുറത്ത് അന്തിമഹാകാളൻ്റെ ക്ഷേത്രവും കാണാം. ക്ഷേത്രത്തിനുള്ളിൽ പണ്ട് പ്രതിഷ്ഠിച്ചിരുന്ന ശ്രീ മഹാവിഷ്ണുവിനെ ദേവപ്രശ്നപ്രകാരം ക്ഷേത്രത്തിന് പുറത്ത് മനോഹരമായ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വൃശ്ചിക മാസത്തിലെ ശക്തിപൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഒരു കാലത്ത് ബൗദ്ധികതയുടെയും സാംസ്കാരിക ഔന്നത്യത്തിൻ്റെയും ഭക്തിയുടെയും മറുവാക്കായി പരിശോഭിച്ചിരുന്ന ഈ ക്ഷേത്രം പഴയ പ്രതാപം തിരിച്ചു പിടിക്കുകയാണ്. അതെ, നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയാണ്. നടപ്പാതയുടെ നവീകരണം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് 2 ക്ഷേത്രക്കുളങ്ങളുണ്ട്. ഒന്ന് പഴയ ക്ഷേത്രക്കുളവും ഒന്ന് പിന്നീട് നിർമ്മിക്കപ്പെട്ടതും. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയ ക്ഷേത്രക്കുളത്തിൻ്റെ തീരത്താണ്. ഈ ക്ഷേത്രക്കുളത്തിനെയും പഴയ ക്ഷേത്രക്കുളത്തിനെയും ബന്ധിക്കുന്ന ഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ കിണർ. ഈ 2 ക്ഷേത്രക്കുളങ്ങളും തമ്മിലുള്ള ഒരു ജലധാര ആ കിണറിലെ ജലത്തിനെയും ബന്ധിപ്പിച്ചു പോകുന്നു എന്നാണ് വിശ്വാസം. അതുമാത്രവുമല്ല ഇതിൻ്റെ പ്രത്യേകത. പരശുരാമൻ ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു യാഗം നടത്തിയിരുന്നു. ആ ഭൂമിയിലാണ് ഈ ക്ഷേത്രക്കുളം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തെ ഈ കുളം യാഗക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ മുൻഭാഗത്ത് 3 ഏക്കറിലധികം പരന്നു കിടക്കുന്ന അതിവിശാലമായ ഈ ചിറ പിന്നീട് നിർമ്മിച്ചതാണ്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്തിരുന്ന മങ്കട കോവിലകം ഒരു ദിവസം അഗ്നിക്കിരയായി. മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നിനാളമാണ് ഇതിൻ്റെ കാരണം എന്നറിഞ്ഞ് ഇനിയും അതുണ്ടാകാതിരിക്കാൻ തൃക്കണ്ണിൻ്റെ നോട്ടമെത്തുന്ന ഇടത്തിൽ അതിവിശാലമായ ജലസാന്നിധ്യം വേണം എന്ന് കരുതിയാണ് ഈ ചിറ നിർമ്മിച്ചത്. വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. ഈ കുളത്തിനും ചിറയ്ക്കും മറ്റൊരു പ്രത്യേകതയുമുണ്ട്. പിൻഭാഗത്തെ കുളത്തിൻ്റെ അളവ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ അതേ അളവിലും മുൻഭാഗത്തെ വലിയ ചിറ ക്ഷേത്രഭൂമിയുടെ ആകെ വിസ്തൃതിയിലുമാണ്. വെട്ടത്ത് നാടിൻ്റെ പ്രധാന ജലസ്രോതസ്സുകളാണ് ഇവ രണ്ടും. മൈസൂർ പടയുടെ ആക്രമണത്തിൻ്റെ അമ്പരപ്പിക്കുന്ന ചരിത്രം അവശേഷിക്കുന്ന വെട്ടത്തുനാടിൻ്റെയും സാമൂതിരിയുടെയും
വള്ളുവനാട് രാജാക്കന്മാരുടെയും കഥ പറയുന്ന, ഭക്തർക്ക് അകം നിറഞ്ഞ് അനുഗ്രഹം ചൊരിയുന്ന ഈ മഹാക്ഷേത്രം പൂർവ്വപ്രതാപത്തോടെ പുതിയ തലമുറയ്ക്കായി പരിശോഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.